ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ഫാമിലി. നമ്മളിന്ന് ചെറിയൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സഡനായിട്ടുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ ഒരുപാട് ലോങ് ആയിട്ടൊന്നുമല്ല, നമ്മുടെ നെന്മാറയിലുള്ള പെറ്റ്സ് പാർക്കിലോട്ടാണ് നമ്മൾ പോയത് കേട്ടോ. നമ്മൾ ആരും ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഉണ്ണിക്കുട്ട മീൻ എവിടെ? ഉണ്ണിക്കുട്ട മീൻ എവിടെ? എവിടെ പോഞ്ഞാ? അവിടെ 4-5 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള തത്തമ്മകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ 2 നമുക്ക് കയ്യിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ വലിയ തത്തമ്മ ആൾ കുറച്ച് പ്രശ്നമായിരുന്നു. അവരാദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തത്തമ്മ കണ്ണിൽ കൊത്താനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, ആൾ നല്ല രീതിക്ക് നമ്മുടെ അടുത്ത് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാർക്കിൻ്റെ എൻട്രി ഫീസ് 180 റുപ്പീസാണ്. 180 റുപ്പീസ് ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിന് മാത്രം അതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. മേ ബി എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ പോയവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ആൾ നമ്മൾ പോയപ്പോൾ തൊട്ടിട്ട് ഈ പോസാണ്. അവിടെ നനങ്ങിയിട്ടേ ഇല്ല. ആൾ നല്ല രീതിക്ക് ആളുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാണെന്ന് തോന്നുന്നു. ആളവിടെ നനങ്ങിയിട്ടേ ഇല്ല. ഞാൻ പിന്നെ ഒരുപാട് അതിനെ ശല്യം ചെയ്യാൻ നിന്നില്ല. എനിക്ക് ഈ പാർക്കിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളാണ് വൃത്തിയായിട്ട് തോന്നിയത്. ആ കുറച്ച് കാര്യങ്ങളിൽ ഒരെണ്ണമാണ് നമ്മുടെ ഇഗ്വാന. ആൾ അടിപൊളിയായിരുന്നു. എനിക്ക് എടുക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം അതിടയ്ക്കൊന്ന് എൻ്റെ കയ്യിൽ കിടന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ വന്നിട്ടില്ല. അടുത്തത് നമ്മുടെ പാമ്പുക്കുട്ടൻ. നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പെറ്റ്സ് പാർക്കിൽ, അതായത് നെന്മാറ പെറ്റ്സ് പാർക്കിൽ പോയിട്ട് കുറേ പേര് പാമ്പിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഈ പാർക്കിലേക്ക് പോകാനുള്ള കാരണം തന്നെ ഈ പാമ്പുള്ളത് കൊണ്ടാട്ടോ. അതിനൊന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഏട്ടനൊരു പേടി ഉണ്ടായിരുന്നില്ല. ഏട്ടൻ സുഖമായിട്ട് അതിനെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തത് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും ഒരു പേടി ഉണ്ടായിരുന്നില്ല. കഴുത്തിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് പാമ്പ് അടിപൊളിയായിട്ട് കിടന്ന് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണത് പോലെ സുഖമായിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ അമ്മൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യല്ല, പാമ്പാണ് കഴുത്തിൽ കിടക്കുന്നത്. ആൾക്കൊരു അനക്കം ഉണ്ടായിരുന്നില്ല. ആൾ സുഖമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെറിയ പാമ്പാണ്. ഇതിൻ്റെ തന്നെ വലിയ പാമ്പും അവിടെ ഉണ്ടായിരുന്നു. ഇതാ അടുത്തത് ഇതായിരുന്നു വലുത്. ഈ 2 പാമ്പേ അവിടെ ഉള്ളൂ ആകെ കൂടെ. ഇത് 2 നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ഇത് നീ വീഡിയോ ഇടാൻ പറ്റിയ പോലെ തന്നെ. ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷെ ഞാൻ നന്നായി പേടിച്ചു. ആ പാമ്പ് കറക്റ്റ് എൻ്റെ ഫേസിലോട്ടാണ് വന്നത്. പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷെ ആൾക്ക് നല്ല വികൃതിയുണ്ട്. ഒരു ഭാഗത്ത് ഇരിക്കുന്നില്ല. ഫുള്ള് ചാട്ടവും കളിയായിരുന്നു കേട്ടോ. ഇത് പിന്നെ നമ്മുടെ മരപ്പട്ടിയാണ്. ആളെ കൊണ്ട് വലിയ ഉപദ്രവമൊന്നുമില്ല. ഫുള്ള് ഉറക്കമായിരുന്നു. ഞാൻ കുറേ വിളിച്ചു എണീക്കുന്നില്ല. ഇതും എന്താണെന്ന് എനിക്കറിയില്ല. പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കൂടിൻ്റെ സൈഡിലൊന്നും തൊടരുതെന്ന് പറഞ്ഞിട്ട് അവരവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. മേ ബി കടിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് അടുത്തോട്ട് പോയില്ല. ഉണ്ണിക്കുട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്തോട്ട് വരുന്നത്. പ്രത്യേകിച്ച് ആനിമൽസ്, ബേർഡ്സൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒട്ടകം അവിടെ സവാരി ഇല്ല കേട്ടോ. ഒട്ടകത്തിന് നമ്മൾ ജസ്റ്റ് അങ്ങനെ കണ്ടു എന്നല്ലാതെ സവാരിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇത് യമു ആണ്. 3 യമു ഉണ്ടായിരുന്നു. പിന്നെ ആ കൂട്ടിനകത്ത് കാണുന്നത് ഒട്ടകപ്പക്ഷിയാണ്. ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാണുന്നില്ല. ഞാൻ ആ സൈഡിലൂടെ പോയിട്ട് എടുത്തിട്ടുണ്ട്, അപ്പോൾ കാണാൻ പറ്റും. ഒട്ടകപ്പക്ഷിനെ യമുവിൻ്റെ കൂട്ടിൽ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് യമുവിനെ ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് കാണുമ്പോഴും തോന്നും നല്ല വലിയ ഒട്ടകപ്പക്ഷിയായിരുന്നു. കഴുത്തും കാലൊക്കെ നല്ല നീളമുണ്ട്, നല്ല ഹൈറ്റും ഉണ്ടായിരുന്നു. ഇത് പിന്നെ പശുവും കോഴികളൊക്കെയാണ്. നല്ലപോലെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള 2 പശുക്കുട്ടികളുണ്ടായിരുന്നു അവിടെ. വെച്ചൂർ പശു അങ്ങനെ എന്തോ പേര് പറഞ്ഞു, എനിക്കറിയില്ല. പിന്നെ അത് കുതിരയാണ്. ഒരു കുതിര, ഒരു കഴുതയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ എലികളാണ്. ഈ ഫോണിൽ കാണുന്ന ഈ വലിപ്പമല്ല, കുറച്ചുകൂടെ വലിപ്പമുണ്ട് കേട്ടോ.
പിന്നെ ഇഗ്വാനകൾ, ഈ കൂട്ടിൽ 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ കിളിക്കുട്ടികൾ. ഫോണിൽ കാണിക്കുമ്പോൾ തീരെ വലിപ്പം തോന്നിക്കുന്നില്ല, ഇത്രയും കൂടെ വലിപ്പമുണ്ട് കാണുമ്പോൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല സൗണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ചേച്ചി നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ലീവ് കിട്ടിയില്ല. കാര്യമായിട്ട് എന്തോ കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് ലീവ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ നമുക്കവിടെ കുതിരസവാരി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 50 രൂപയാണ് ഒരു സവാരിക്കുള്ള ഫീസ്. വലിയവർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇതേ എമൗണ്ടാണ്. പിന്നെ സവാരി എന്ന് പറയുമ്പോൾ ഒരുപാട് ലോങ് ആയിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു റൗണ്ട്, ജസ്റ്റ് ഒരു റൗണ്ട്, അവിടെ കാണുന്ന ആ മരത്തിന് ഒരു റൗണ്ട് അടിച്ചിട്ട് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ആരും കയറാൻ നിന്നില്ല. നമ്മുടെ കുട്ടീസൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. സ്വത്തുക്കുട്ടീനെ നല്ലപോലെ മിസ് ചെയ്തു. സ്വത്തുവിന് എക്സാം കഴിഞ്ഞിട്ട് പേപ്പർ കിട്ടുന്ന ദിവസമായതുകൊണ്ട് സ്വത്തുവിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചതിന് ശേഷം പോത്തുണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിൽ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആവും. അപ്പോൾ വഴിയെ പോസ്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.